നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം യുണൈറ്റഡിൻ്റെ അഭിമാനമായ മെഡിക്കൽ ടീമിനെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം. അപ്പം മെഡിക്കൽ ടീമിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ യുണൈറ്റഡിലെ ഈ ഒരു സീസണിൽ നമ്മൾ ഇഞ്ചുറിയുടെ പ്രശ്നം നമ്മൾ നോക്കിയാൽ ആദ്യം നമ്മൾ ഒരു പ്ലെയർ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും രണ്ട് പ്ലെയർ തിരിച്ച് ഇഞ്ചുറിയായിട്ട് തിരിച്ചു പോകുന്ന ഒരു പരിപാടിയാണ് യുണൈറ്റഡിൽ ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻ ഹാഗിൻ്റെ ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ഭയങ്കര ഇൻറ്റൻസ് ട്രെയിനിങ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുറി വരുന്നത് എന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ പല യുണൈറ്റഡ് അല്ലാതെ വേറെ പല ടീമുകളും ഇതിലും കൂടുതൽ യുണൈറ്റഡിനേക്കാളും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഓൺ ദ പിച്ചിലും ഒക്കെ കളിക്കുന്ന ടീമുകളെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും ഇഞ്ചുറി പ്രശ്നങ്ങളില്ല. അന്നേരപ്പോഴാണ് പയ്യെ ഈ ഒരു പ്രശ്നം നമ്മുടെ ചിലപ്പം നമ്മുടെ മെഡിക്കൽ ടീമിൻ്റെ പ്രശ്നം കൂടെ ആയിരിക്കാം എന്ന് പറയുന്ന ആ ഒരു ഡൗട്ട് നമുക്ക് വന്നു തുടങ്ങി. അപ്പം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഒന്ന് ലിസാൻഡ്രോ മാർട്ടിനസുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ കസമീറോയുമായിട്ട് ബന്ധപ്പെട്ട്. ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ച് വന്ന സമയത്ത് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് 2-3 മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും പുള്ളി ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ച് റീഹാബിലിറ്റേഷൻ പരിപാടിയായിട്ട് തിരിച്ച് പോയപ്പോഴത്തേനുമാണ് പയ്യെ ലീഗ്സ്, ഈ ഒരു മെഡിക്കൽ ടീമിനെ കുറിച്ചുള്ള ലീഗ്സ് പയ്യെ വന്നു തുടങ്ങിയ. ലിസാൻഡ്രോ മാർട്ടിനസിന് തിരിച്ച് പോയ സമയത്ത് വീണ്ടും സർജറി ചെയ്യേണ്ട ഒരു പ്രശ്നത്തിലേക്ക് പുള്ളിയുടെ ഇഞ്ചുറി അത്രയ്ക്കും വേഴ്സായി മാറി. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം നമ്മുടെ മെഡിക്കൽ ടീമാണ്. കാരണം പുള്ളിയുടെ ഇഞ്ചുറി ഫുള്ളായിട്ട് ഭേദമാകുന്നതിന് മുന്നേ നമ്മുടെ മെഡിക്കൽ ടീം ഗ്രീൻ ലൈറ്റ് കൊടുത്തു. അങ്ങനെയാണ് പുള്ളി മാച്ച് കളിക്കാൻ വേണ്ടി തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ ഇഞ്ചുറി കൂടുതൽ വേഴ്സായിട്ട് പുള്ളിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു നമ്മുടെ മെഡിക്കൽ ടീം. പിന്നെ നമ്മുടെ കസമീറോയുടെ കാര്യം റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ലിവർപൂളിനെതിരെയുള്ള മാച്ച് പ്രസ് കോൺഫറൻസിൽ ഒന്നും ടെൻ ഹാഗ് ഇഞ്ചുറിയെ പറ്റി ഒന്നും പറയുന്നില്ല. കസമീറോയുടെ ഇഞ്ചുറിയെ പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. മാച്ചിൻ്റെ അന്ന് പകലെന്തോ ആണ് നമുക്ക് ആ ഒരു കസമീറോ ഇഞ്ചുവേർഡ് ആണെന്ന് അറിയുന്നത്. അതും യുണൈറ്റഡിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള സോഴ്സിൽ നിന്നല്ല ആ ഒരു റിപ്പോർട്ടൊക്കെ വരുന്നത്. ബ്രസീലിയൻ മീഡിയാസ് വഴിയാണ്, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ നാഷണൽ ടീം വഴിയാണ് ആ ഒരു ന്യൂസ് ലീക്ക് ഔട്ട് ആയത്. അപ്പോൾ കസമീറോയ്ക്ക് പെട്ടെന്ന് ആ ഒരു ഹാംസ്ട്രിങ് പ്രശ്നം വരുന്നു, ഹാംസ്ട്രിങ്ങിൽ വേദന വരുന്നു. അങ്ങനെ പുള്ളി നമ്മുടെ മെഡിക്കൽ ടീമിനെ അപ്രോച്ച് ചെയ്യുകയാണ് ഈ ഒരു ഹാംസ്ട്രിങ് പ്രശ്നം ചെക്ക് ചെയ്യാൻ വേണ്ടി. മെഡിക്കൽ ടീം ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നത് യാതൊരു പ്രശ്നവുമില്ല മോനെ, നിനക്ക് കളിക്കാം, അടുത്ത ലിവർപൂളിനെതിരെയുള്ള മാച്ചിന് നീ ഫിറ്റാണ്, നിനക്ക് ഗ്രീൻ ഫ്ലാഗ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മെഡിക്കൽ ടീം കസമീറോ ഫിറ്ററായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു വേദന എന്ത് ചെയ്തിട്ട് കസമീറോയ്ക്ക് കുറയുന്നില്ല. അതുകൊണ്ട് പുള്ളി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു പഴയ ഡോക്ടറായിട്ടുള്ള ബാർസലോണയിലുള്ള പുള്ളിയുടെ ഒരു പഴയ ഡോക്ടറിനെ പുള്ളി കൺസൾട്ട് ചെയ്യുന്നു. ആ ഒരു സമയത്താണ് സ്റ്റിൽ ആ ഒരു ഇഞ്ചുറി, ഹാംസ്ട്രിങ്ങിൽ ഇഞ്ചുറി ഉണ്ട്, ചെറിയൊരു ഇഞ്ചുറി, മൈനർ ഇഞ്ചുറി ഉണ്ടെന്ന് ആ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മെഡിക്കൽ ടീമിൻ്റെ ഈ ഗ്രീൻ ഫ്ലാഗ് ഒക്കെ കണ്ടുകൊണ്ട് പുള്ളി കളിച്ചിരുന്നെങ്കിൽ പുള്ളിയുടെ ഇഞ്ചുറി പിന്നെ വേഴ്സായനെ. ഈ ഒരു ലിസാൻഡ്രോ മാർട്ടിനസിനെ പോലെ വേണമെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ കൂടുതൽ സമയം പുള്ളി പുറത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ടീമിൻ്റെ മിടുക്ക് അത് നല്ല രീതിയിൽ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരുടെ ആ ഒരു മിടുക്ക്. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഈ ഒരു കസമീറോടെ ഇഞ്ചുറി കഴിഞ്ഞപ്പോഴത്തേനും ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവന്മാരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് മേടിച്ച് ചെക്ക് ചെയ്യണം, എല്ലാം വ്യാജന്മാരാണെന്ന് തോന്നുന്നൊക്കെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിം റാഡ്ക്ലിഫ്, മിനിയോസും അല്ലെങ്കിൽ ഡാൻ ആഷ്വർത്ത്, അതുപോലെ തന്നെ ഒമർ ബറാഡ, ഇങ്ങനത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കാര്യം നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പണി നമുക്ക് കിട്ടും. സോ മെഡിക്കൽ ടീമിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ ജിം റാഡ്ക്ലിഫ് കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ജിം റാഡ്ക്ലിഫ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും എംബാപ്പെ പോണക്കത്തൊരു സ്റ്റാർ കളിക്കാരനെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല. ഇവിടെ യങ് ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരെ കൊണ്ടുവന്ന് അവരെ ആ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റാൻ വേണ്ടിയായിരിക്കും ജിം റാഡ്ക്ലിഫ് ശ്രമിക്കുന്നത്. അതായിരിക്കും യുണൈറ്റഡിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്ന ആ ഒരു ഹിൻഡ് കഴിഞ്ഞ ദിവസം ജിം റാഡ്ക്ലിഫ് തന്നു. അന്നേരം മുതൽ നമ്മുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ ടാർഗറ്റ്സിനെയൊക്കെ ശ്രദ്ധിച്ചോ, യങ്ങറായിട്ടുള്ള പ്ലെയേഴ്സിനാണ് ഇപ്പം ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് വൂൾസിൻ്റെ ജാവോ ഗോമസ് ആണ്. അപ്പം ജാവോ ഗോമസിൻ്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ ആ ഒരു 2023 വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ, അതായത് ജനുവരിയിലാണ് ജാവോ ഗോമസ് ഫ്ലെമിംഗോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്ന് വോൾസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്രസീലിയൻ ക്ലബ്ബിൽ പുള്ളിയുടെ ഒരു നിക് നെയിം അല്ലെങ്കിൽ പുള്ളിയുടെ ഇരട്ടപ്പേര് എന്ന് പറയുന്നത് പിറ്റ് ബുൾ എന്നായിരുന്നു. കാര്യം ഭയങ്കര അഗ്രസീവായിട്ടുള്ള പ്ലെയറാണ്. ആ ഒരു ബോൾ വിന്നിങ് എബിലിറ്റി, അഗ്രസീവായിട്ട് പോയി ബോൾ വിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓൺ ദ ബോൾ ടെക്നിക്കലി ഭയങ്കര സ്കിൽഫുള്ളാണ്. നമുക്ക് ചുമ്മാ ഈ ഒരു
ഒരു ജസ്റ്റ് ഒരു ഡിസ്ട്രപ്റ്റർ മാത്രമല്ല, ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പ്ലെയറാണ്. ഈ ഒരു ഡീപ്പർ ഏരിയാസിൽ നിന്നുകൊണ്ട് പുള്ളിക്ക് ഫ്ലാങ്ക് സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാനോ അല്ലെങ്കിൽ ലോങ് ബോൾസ് ഇൻ ബിഹൈൻഡ് റൺസ് മേക്ക് ചെയ്യുന്ന സ്ട്രൈക്കേഴ്സിനൊക്കെ ആ ഒരു ലോങ് ബോൾ കൊടുക്കാനൊക്കെ കഴിയുന്ന ആ ഒരു ഡീപ്പ് ഒരു പ്ലേ മേക്കറാണ്, ഡീപ്പ് ലേയിങ് പ്ലേ മേക്കറാണ് ഈ ഒരു ജാവോ ഗോമസ്. അപ്പോൾ ജാവോ ഗോമസിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ ബ്രസീലിയൻ ഇൻ്റർനാഷണലാണ് പുള്ളി. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ടാണ്, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് ബ്രസീലിയൻ ടീമിലേക്ക് പുള്ളിക്ക് ഫസ്റ്റ് ആ ഒരു കോളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ശനിയാഴ്ച നടക്കുന്ന ആ ഒരു മാച്ചിൽ മിക്കവാറും പുള്ളി കളിച്ചേക്കും, അത് സബ്ബാണേലും പുള്ളി കളിച്ചേക്കും. അപ്പം ഈ ഒരു സീസണിലെ പുള്ളിയുടെ പ്രീമിയർ ലീഗിലെ റെക്കോർഡൊക്കെ നോക്കിയാലും പുള്ളിയുടെ പ്രീമിയർ ലീഗിൽ ഏറ്റവും 3rd മോസ്റ്റ് സക്സസ്ഫുൾ ടാക്കിൾസ് മേക്ക് ചെയ്ത ഒരു പ്ലെയറാണ് ജാവോ ഗോമസ്. അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര ഹൈലി ടാലൻറ്റഡ് ആണെന്നുള്ള കാര്യത്തിനൊന്നും യാതൊരു സംശയമില്ല. അപ്പം പുള്ളിയുടെ ഒരു പ്രൈസായിട്ട് ഇപ്പം പറഞ്ഞു കേൾക്കുന്ന ഒരു 40 മില്യൺ പൗണ്ട്സൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആർസനൽ, ടോട്ടനാം, ന്യൂകാസിൽ ഇങ്ങനത്തെ ടീമുകളൊക്കെ പുള്ളിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബിഡിങ് വാറിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ജാവോ നെവസിൻ്റെ കാര്യത്തിൽ ജാവോ നെവസ് നേരത്തെ 2022 എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിയുടെ ഡ്രീം ടീമായിട്ട് ലിവർപൂളിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും അങ്ങനെ പല ടീമുകളെയും അല്ലെങ്കിൽ പല ബോയ്ഹുഡ് പല ടീമുകളുടെയും ഫാനായിട്ടുള്ള കളിക്കാർ പല ഇപ്പോൾ റൈവൽസിന് വേണ്ടി കളിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ ഒരു ബോൾ വിന്നിങ് എബിലിറ്റി, ഓൺ ദ ബോൾ ബെറ്റർ ആണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളിയുടെ ഗോൾ സ്കോറിങ് എബിലിറ്റി കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി 17 വൂൾസും ടോട്ടനാമും തമ്മിൽ സ്പേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ മാച്ച് നടന്നത്. അന്ന് ഈ ഒരു മനുഷ്യൻ ജാവോ ഗോമസ് ഗോൾ സ്കോർ ചെയ്ത് 2 ഗോൾ സ്കോർ ചെയ്ത് 2-1 ആ ഒരു വിജയമൊക്കെ വൂൾസിന് നേടിക്കൊടുത്ത ഒരു മനുഷ്യൻ കൂടാണ്. അപ്പോൾ ആ ഒരു ഗോൾ സ്കോറിങ് എബിലിറ്റിയും കൂടെ ഉള്ള ഒരു മിഡ്ഫീൽഡറാണ്. ഹൈലി ടാലൻറ്റഡ്, 23 വയസ്സേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈസിലി ഒരു 7-8 വർഷം സുഖമായിട്ട് പുള്ളിയിൽ നിന്ന് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനൊക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, ബാക്കിയുള്ള ടീംസിൻ്റെ കോമ്പറ്റീഷനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പുള്ളിയുടെ അറൈവലൊക്കെ. അപ്പോൾ ഈ ഒരു മിഡ്ഫീൽഡ് സൈനിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ നമുക്കറിയാം കൂടുതലായിട്ട് ജാവോ നെവസിനെ നമ്മളുമായിട്ട് ഒത്തിരി ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാവോ നെവസിൻ്റെ ബെനിഫിക്കയിലുള്ള റിലീസ് ക്ലോസ് അല്ലെങ്കിൽ അവരുടെ ആസ്കിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് 90 മില്യൺ പൗണ്ട്സൊക്കെയാണ്. അപ്പോൾ അത്രയും കാശൊന്നും കൊടുത്ത് ഏതായാലും ജാവോ നെവസിനെ പോണത്തെ ഒരു പ്ലെയറിനെ ഒന്നും ഒരിക്കലും യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യത്തില്ല, എസ്പെഷ്യലി ഇനിയോസ് വന്ന സ്ഥിതിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ യങ്ങർ മിഡ്ഫീൽഡേഴ്സിനെ ആയിരിക്കും യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ സെൻറ്റർ ബാക്കിൻ്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രസ്റ്റിംഗ് സെൻറ്റർ ബാക്കിനെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഫുള്ളാമിൻ്റെ മുടിഞ്ഞ പേരാ ടോസിൻ അഡാരബിയോയോ. അപ്പം ഇങ്ങനത്തെ ഒരു സെൻറ്റർ ബാക്കിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെൻറ്റർ ബാക്ക് ഈ ഒരു 2024 സമ്മറോടെ പുള്ളിയുടെ ഫുള്ളാമിലെ കോൺട്രാക്റ്റ് കഴിയുന്നു. ഫുള്ളാമിന് വേണ്ടി പുള്ളി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം സിറ്റി അക്കാഡമിയിൽ നിന്ന് 2020 ഈ ഒരു ടോസിൻ അഡാരബിയോയോ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ ഫുള്ളാമിലെത്തുന്നത്. അപ്പം അങ്ങനെ ഒരു ചീപ്പർ ഓപ്ഷന് വേണ്ടി പോകാനുള്ള ഒരു ശ്രമം യുണൈറ്റഡ് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു സാധനം ലിവർപൂളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിൽ ആ മാർക്കറ്റിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനത്തെ പ്ലെയറിനെ, ഇങ്ങനെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്ന ഒരു പ്ലെയറിനെയൊക്കെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യം നോക്കിയാലും 2016 പെപ്പ് ഗുവാർഡിയോള സിറ്റിയിൽ വന്ന സമയത്ത് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് അവരുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പെപ്പ് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറഞ്ഞത് പുള്ളി എക്സ്ട്രീംലി ഫാസ്റ്റാണ്, അതുപോലെ ഫിസിക്കലാണ്, പുള്ളിയുടെ ഏരിയൽ എബിലിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പെപ്പ് ഗുവാർഡിയോള കുറച്ചുകൂടെ ഒരു പുകഴ്ത്തി പറയുന്നത് കേട്ടെ, എടുത്തു പറയുന്നത് കേട്ടെ. അപ്പം ഈ ഒരു പ്ലെയർ ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം ഫുള്ളാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളാമാണെങ്കിലും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. 26 വയസ്സേ ഉള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു ഡീല് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഫ്രീ ട്രാൻസ്ഫർ ഡീലിൽ ഈ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയ നമുക്കൊരു ഭയങ്കര സക്സസ് ആയിരിക്കും. റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡായിട്ട് സെൻറ്റർ ഹാഫായിട്ടായിരിക്കും പുള്ളി കളിക്കാൻ വേണ്ടി പോകുന്നത്. പ്രോബബ്ലി നമുക്കൊരു ബാക്കപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിരിക്കും യുണൈറ്റഡ് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യുന്ന. എക്സ്ട്രീംലി പേസിയാണ്, ഹൈലൈനൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ പുള്ളി സെറ്റ് പീസസിൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാണ്. ഓൺ ദ ബോൾ ബെറ്ററാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല കുറേ ട്രേറ്റ്സ് ഉള്ള പ്ലെയറാണ്. ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉള്ള പ്ലെയറാണ് ഈ ഒരു ടോസിൻ അഡാരബിയോയോ. അതുപോലെ തന്നെ
നമ്മൾ നോക്കിയാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യുവൻറ്റസിൻ്റെ ബ്രമറിനെ ലിങ്ക് ചെയ്യുന്നു. ഇവരെല്ലാം ഈ ലിങ്ക് ചെയ്യുന്ന പ്ലെയേഴ്സ് എല്ലാവരും തൊടിബോയൊക്കെ നോക്കിയാലും ഇവരെല്ലാവരും റൈറ്റ് ഫുട്ടഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇപ്പോൾ ഒറ്റ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് സെൻറ്റർ ബാക്കുമായിട്ട് യുണൈറ്റഡ് ഇപ്പം ലിങ്ക് ചെയ്യുന്നില്ല. നേരത്തെ ബ്രാന്ത്വൈറ്റിൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ബ്രാന്ത്വൈറ്റിനൊക്കെ ഭയങ്കര കാശാണ് എവർട്ടൺ ചോദിക്കുന്നത്. 75-80 മില്യനൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ റയൽ മാഡ്രിഡൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നും കേൾക്കുന്നു. അതിനുള്ള പ്ലെയർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം ബ്രാന്ത്വൈറ്റ് നമുക്കെതിരെയൊക്കെ കളിച്ചപ്പോൾ എനിക്ക് അത്രയും 75-80 മില്യൺ പൗണ്ട്സിൻ്റെയൊക്കെ സെൻറ്റർ ബാക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിപരമായിട്ടുള്ള സൈനിങ്സ്, കുറച്ചുകൂടെ ഷൂഡായിട്ടുള്ള സൈനിങ്സ് നമ്മൾ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യമൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സൗത്ത് ഗേറ്റിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്ന ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 10-15 ദിവസം മുന്നേ ഇതുപോലെ തന്നെ സൗത്ത് ഗേറ്റുമായിട്ടുള്ള ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. സൗത്ത് ഗേറ്റുമായിട്ടുള്ള ലിങ്ക് വന്നപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും ഒറ്റക്കെട്ടാണ് സൗത്ത് ഗേറ്റ് വേണ്ട എന്നുള്ള കാര്യത്തിൽ. അത് അവിടുത്തെ ലോക്കൽ ഫാൻസും ഇൻ്റർനാഷണൽ ഫാൻസും എല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു സൗത്ത് ഗേറ്റ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പേടിയൊന്നുമില്ല. ഇപ്പോൾ ഇത്രയും ഫാൻസ് എഗൻസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സൗത്ത് ഗേറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ സൗത്ത് ഗേറ്റ് വരും എന്നുള്ള പ്രതീക്ഷ, ഭയം ഒന്നും വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടാൻ. മറ്റൊരു നല്ല വീഡിയോ കാണാം. Glory, Man United.